നിനക്കെന്താ ജാനിമോൾ ഒരു വല്ലായിക? മുഖം വാടിയിരിക്കുന്നല്ലോ. എന്താന്നറിയില്ല അച്ഛാ, വല്ലാത്ത ക്ഷീണം, ദേഹം മുഴുവൻ വേദനയുണ്ട്. പനിയുണ്ടോ? ഇങ്ങ് വന്നേ. ലേശം പനിക്കുന്നുണ്ടല്ലോ. തലവേദനയുണ്ട് അച്ഛാ. ആ എങ്കിൽ സംശയിക്കാൻ ഒന്നുമില്ല, ലക്ഷണമൊക്കെ അതിന്റെ തന്നെയാ. സൂര്യമണി എടുത്തൊന്ന് പോ. ജാനിമോൾ ഇതെടുത്തോണ്ട് പോയില്ലേ? അങ്ങനെ പതിവില്ലല്ലോ. ജാനിമോളെ, 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 എന്താ മോളെ, സുഖമില്ലേ? പനിക്കുന്നുണ്ടോ? പനിയുണ്ടല്ലോ മോളെ. ദേഹത്തൊക്കെ വേദന അച്ഛാ, എണീക്കാൻ വയ്യ. മോളെ എണീക്കണ്ട, കിടന്നോ. രത്നമ്മേ, രത്നമ്മേ, എന്താ വിജയേട്ടാ? ഇത് കണ്ടില്ലടി, പനിയും തലവേനുണ്ടെന്ന് ജാനിമോൾ ഇന്നലെ വൈകിട്ട് പറഞ്ഞില്ലേ? സംശയിക്കാനൊന്നുമില്ല, ഇതത് തന്നെയാ. എന്താടി രത്നമ്മേ? ദേണ്ടേ, ഇവള് പിടിച്ചെടുത്തു. സംഗതി അത് തന്നെ. ഇനി ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെട്ടല്ലോന്ന് വിചാരിച്ചിരുന്നപ്പോഴാ നാശം. ഇവളുടെ കുറ്റമാണോ ഇത്? നീയല്ലേ ഇവൾക്ക് കൊണ്ട് കൊടുത്തത്? ഇന്നലെ വരെ ഇവളുടെ കൈ തൂങ്ങിയല്ലായിരുന്നോ അപ്പുണ്ണി മറ്റേ നടപ്പ്? അതുപോരായോ പിള്ളേർക്ക് പകരാൻ? പിള്ളേർക്ക് അസുഖം വന്നാൽ അവരെ നോക്കണം. നീ കിടപ്പിലായിരുന്നപ്പോ ജാനിമോളില്ലായിരുന്നോ ശുശ്രൂഷിക്കാൻ? ഓ, അവൾ എന്നെ ശുശ്രൂഷിച്ചു. വേണ്ട സമയത്ത് വേണ്ട പോലെ എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ ഞാനുണ്ടായിരുന്നുകൊണ്ട് രത്നമ്മ ഇപ്പോഴെങ്കിലും എഴുന്നേറ്റത്. ഇപ്പൊ ജാനിമോളല്ലേ കിടക്കുന്നത്. നിങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്ത് രത്നമ്മയെ കൊണ്ട് ചെയ്യിക്കണം. എത്രയും പെട്ടെന്ന് അസുഖം മാറി ജാനിമോൾ എഴുന്നേറ്റ് കിടക്കട്ടെ. പിന്നെ എന്റെ നാമജപം പകുതിയായതേ ഉള്ളൂ. എന്റെ കൃഷ്ണ ഭഗവാനെ. പിള്ളേരെ മുറിയുടെ അടുത്ത് പോലും വരാൻ സമ്മതിക്കരുത്. അവർക്കങ്ങനെ അസുഖം വന്നാലേ നിന്നെ ഞാൻ ശരിപ്പെടുത്താൻ പോന്നെ. ഇവിടെ കിടന്നോണ്ട് ജാനിമോൾ എങ്ങനെ രത്നമ്മേ പിള്ളേരെ നിയന്ത്രിക്കുന്നേ? അവരിങ്ങോട്ട് വരാതെ നീയല്ലേ നോക്കേണ്ടത്? എനിക്ക് എപ്പോഴും അതിനല്ലേ സമയം. നാശം പിടിക്കാൻ. ഇനി വീട്ടുജോലി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണല്ലോ.